പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേയുടെ കേക്കിൻ്റെ ചില പ്രസൻറ്റേഷൻസ് കാണിക്കാൻ ആഗ്രഹിക്കും. കേക്ക് നിർമ്മാണത്തിൻ്റെ രീതികളെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയിരിക്കും. ആ മനുഷ്യൻ ആ ഓവനിലേക്ക് കേക്കിൻ്റെ പ്ലേറ്റ് എടുത്തു വെച്ചതിന് ശേഷം അദ്ദേഹം നോക്കി, കേക്കായോ? അങ്ങനെ കേക്കാവില്ല. കേക്കിന് വേണ്ടി പല കാര്യങ്ങൾ ആവശ്യമാണ്. പഞ്ചസാര ആവശ്യമാണ്, പ്ലെയിൻ ഫ്ലോർ ആവശ്യമാണ്, ഉപ്പ് ആവശ്യമാണ്, ബേക്കിംഗ് പൗഡർ ആവശ്യമാണ്. ബേക്കിംഗ് പൗഡർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബട്ടറുണ്ട്, വാനിലയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പാൽ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പല കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അവസാനം അത് കേക്കായി മാറണമെങ്കിൽ അതിനും അതിനെ തൊട്ട് നോക്കുക. ആയോ അങ്ങനെ കേക്കാവില്ല. കേക്കാവണമെങ്കിൽ വീണ്ടും അതിനെ തൊട്ട് സ്പർശിച്ച് നോക്കുമ്പോൾ അതിന് നല്ല ഫ്ലഫി, നല്ല മാധവമുണ്ടെങ്കിൽ തീർച്ചയായും കേക്കാവും. അതിനുശേഷം അതിൻ്റെ ആ കേക്ക് നിർമ്മാണത്തിൽ ആവശ്യമായി നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് ആ പരുവത്തിൽ, കണ്ടില്ലേ, ആ പരുവത്തിലായിരിക്കണം. അധികം ലിക്വിഡ് ആവാൻ പാടില്ല, കാരണം അത് കറക്റ്റായിട്ട് ലിക്വിഡ് ആവണം. അതിനുശേഷം ഇതിനെ റിസീവിംഗ് ഉള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും നോക്കുക, കേക്ക് ആയോ ഇല്ലയോ, ടെമ്പറേച്ചർ കറക്റ്റായിരിക്കണം. ആവശ്യമായുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും മെഷറിങ് കറക്റ്റായിരിക്കണം. അതിനുശേഷം നിങ്ങൾ ചിരണ്ടിയെടുത്ത അത് കൃത്യമായി അതിൽ ചേർത്തിരിക്കണം. അല്പം ലെമൺ ചേർക്കുന്നത് നല്ലതാണ്. അതിനുശേഷം അത് ചീകിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അത് ചെയ്യാവുന്നതാണ്. ഹീറ്റ് ചെയ്താൽ അത്രയും നല്ലത്. നിങ്ങളത് ചെയ്യുമ്പോൾ പിന്നെ മിക്സിക്കകത്തിട്ട് അത് പൗഡറാക്കി എടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ മിശ്രിതം ലഭിക്കുന്നതാണ്. പിന്നെ അത് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ അത്